ഹലോ ട്രേഡേഴ്സ്, ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ 4 അവേഴ്സ് ആണ്. 2025 ഏപ്രിൽ 7-ാം തീയതിയിലെ ചാർട്ടിൽ നിന്ന് മാർക്കറ്റ് 21,700-ൽ നിന്ന് ഒരു അപ് ട്രെൻഡ് കയറി. അപ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു അക്യുമുലേഷൻ ആണ്. അതായത് മാർക്കറ്റിന്റെ ഫിയറിൽ ബയേഴ്സ് മാർക്കറ്റ് എങ്ങോട്ട് പോകും, അവിടെ കൂടുതലായിട്ട് ബയേഴ്സ് കയറുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു അക്യുമുലേഷൻ സോണാണിത്. ഈ അക്യുമുലേഷൻ സോൺ ക്രോസ് ചെയ്തിട്ട് അത് ക്രോസ് ചെയ്തത് 2025 ഒക്ടോബർ 16-ാം തീയതിയാണ് ആ ഒരു ക്രോസിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നത്. അതിനുശേഷം വീണ്ടും ഗ്ലോബൽ ഇഷ്യൂസ് പ്രകാരം വളരെ നാരോ ആയിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ഇവിടെ ഉണ്ടാവുകയുണ്ടായി. അതായത് വീണ്ടും ഒരു അക്യുമുലേഷൻ, മുന്നത്തെ ഫിയർ വീണ്ടും അടുത്ത ഫിയർ ആയിട്ട് ഇവിടെ വന്നതിന്റെയാണ് ഇവിടെ ഒരു അക്യുമുലേഷൻ വന്നത്. ഈ അക്യുമുലേഷൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് 2025 നവംബർ മാസം 20-ാം തീയതിയും 2025 ഡിസംബർ 1-ാം തീയതി ഈ ഒരു റേഞ്ചിൽ ആ ഒരാഴ്ചയിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരാൻ ശ്രമിച്ചിരുന്നു. അത് ഫെയിലായി. വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ശ്രമിച്ചു, അത് ഫെയിലായി. വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ശ്രമിച്ചു, അത് ഫെയിലായി. അതായത് 2025 1-ാം തീയതി ഡിസംബറിലാണ് ഒരു ATH ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 26,320 ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റിലെ ഫിയർ കാരണം ഒരു സെല്ലിംഗ് ഉണ്ടാവുകയും ഇവിടെ ആ സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് മാർക്കറ്റ് എവിടെ വരെ പോകുമെന്ന് നോക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റിന്റെ അനാലിസിസിൽ, നിഫ്റ്റി 50യുടെ അനാലിസിസിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൂടി ആഡ് ചെയ്ത് കണ്ടിട്ട് അത് മുന്നോട്ട് പോകാം. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള 2-3 കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച മാർക്കറ്റ് ഇവിടെ 26,47 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് എന്റെ സ്ട്രാറ്റജി പ്രകാരം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ചെറിയ ഒരു ഫേക്ക് അപ് ട്രെൻഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ഷോ ചെയ്തതിനു ശേഷം വീണ്ടും ഇത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴത്തെ 25,949 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരേണ്ടതാണ്. ഈ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാർക്കറ്റ് കയറാനുള്ള സാധ്യതയാണ് പോസിബിൾ ആയിട്ടുള്ളത്. വീണ്ടും അടുത്ത ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ കമ്മ്യൂണിറ്റിയിലായിരുന്നു പോസ്റ്റ് ചെയ്തത്. അതായത് 25,978 എന്ന് പറയുന്ന ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 26,138 എന്നായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇത് പോസ്റ്റ് ചെയ്തത് 31/12/2025 അത് കറക്റ്റായിട്ട് അന്നത്തെ ദിവസം തന്നെ സംഭവിക്കുകയും ചെയ്തു. അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ശേഷം, എന്റെ ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് അവിടുന്ന് വലിയൊരു അപ് ട്രെൻഡ് തരികയും എന്റെ ലെവലിൽ മാർക്കറ്റ് എത്തുകയും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം ഞാൻ വീണ്ടും കാണിച്ചിരുന്നു, അതും ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. ബുള്ളിഷ് ആണ്. അതായത് അന്നത്തെ ദിവസം 31/12 തന്നിരുന്ന നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു ട്രെൻഡ്, ബുള്ളിഷ് ട്രെൻഡ് വീക്കാണ്. അതിനുശേഷം ഒരു അക്യുമുലേഷൻ കൂടി ഇവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 26,200 എന്ന് പറയുന്ന ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ CE എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അന്നത്തെ ദിവസം അതുപോലെ തന്നെ അത് ക്രോസ് ചെയ്യുകയും എന്റെ 2 ലെവൽസ് 26,247-ലും 26,312 എന്ന് പറയുന്ന ലെവലിലും മാർക്കറ്റ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതിയൊരു ATH ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഡിസംബറിലെ അവസാനത്തെ ആഴ്ചയും 2026-ലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേയും വളരെ നല്ല പ്രോഫിറ്റുകളാണ് തന്നിരുന്നത്. കഴിഞ്ഞ ദിവസം 26,150 CE ആണ് എടുത്തിരുന്നത്. അത് 139 മുകളിലായിട്ടാണ് എടുക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് ടാർഗറ്റ് 159-ഉം സെക്കൻഡ് ടാർഗറ്റ് 172-ഉം തേർഡ് ടാർഗറ്റ് 215-ഉം അത് അതുപോലെ തന്നെ മാർക്കറ്റ് നമുക്ക് നല്ലൊരു റിട്ടേൺ അവിടെ തരികയും ചെയ്തു. അതായത് 139-ന് എബവ് ആയിരുന്നു എന്റെ ട്രേഡിംഗ് ലെവൽ. അവിടുന്ന് എനിക്ക് 215 വരെ കിട്ടി. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂസ് മൂലം എനിക്ക് സെക്കൻഡ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. പക്ഷേ അത് എന്റെ 3 ലെവൽസും അവിടെ കറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി ഈ ആഴ്ചത്തേക്ക് നമ്മൾ മാർക്കറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ലെവൽസ് എന്ന് പറയുന്നത് 26,729 എന്ന് പറയുന്ന ലെവലും 27,200 എന്ന് പറയുന്ന ഈ 2 ലെവൽസ് ആണ്. പക്ഷേ ഒരു ATH ക്രിയേറ്റ് ചെയ്തതിനാൽ ബയേഴ്സിൽ ഒരു ഫിയർ ഉണ്ടാവും, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വീണ്ടും അടുത്തൊരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇങ്ങനെയായിരിക്കും ഒരുപക്ഷെ മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യത. എപ്പോഴും പറയുന്നത് പോലെ തന്നെ മാർക്കറ്റ് അതാത് ദിവസത്തെ ട്രെൻഡ് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. താങ്ക്